തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ പോലീസിനെ ബന്ദിയാക്കി പ്രതികളെ മോചിപ്പിച്ചതിൽ കേസെടുക്കും. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തുക. പോലീസിനെ തടഞ്ഞ പ്രതികളുടെ ബന്ധുക്കളെ പ്രതി ചേർക്കും. പോലീസിനെ തടഞ്ഞതോടെ അറസ്റ്റ് ചെയ്തവരുടെ വിലങ്ങഴിച്ച് മോചിപ്പിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. സുനിഷ അയലൂർ വിശദാംശങ്ങളുമായി. സുനിഷ, എന്താണ് സംഭവം? നികേഷ്, പുതുക്കുറിച്ചിയിൽ ഇന്നലെ ഏകദേശം ഒരു 7 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. അതായത് ഈ അടിപിടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതുക്കുറിച്ചിയിലെ 2 പേരെ അറസ്റ്റ് ചെയ്യാൻ എത്തിയതായിരുന്നു കഠിനംകുളം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടയിലാണ് പ്രതികളുടെ ബന്ധുക്കൾ എത്തുകയും പോലീസിനെതിരെ മുന്നോട്ട് വന്നുകൊണ്ട് ഈ അറസ്റ്റ് ചെയ്തവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. പിന്നാലെ തന്നെ പോലീസുകാരെ ബന്ദികളാക്കിക്കൊണ്ട് ഇവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പിന്നാലെ പോലീസ് ഈ വിലങ്ങഴിച്ച് പ്രതികളെ വിട്ടു നൽകുകയായിരുന്നു. രാത്രി ആയതുകൊണ്ടും ഒപ്പം തന്നെ തീരദേശ മേഖലയായതുകൊണ്ടും രാത്രി വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് പോലീസ് രാത്രി മടങ്ങിയത് എന്നതാണ് വിശദീകരിച്ചിരുന്നത്. പിന്നാലെ തന്നെ ഇന്ന് ഈ ബന്ധുക്കൾക്കെതിരെയും ഈ അടിപിടി കേസിൽപ്പെട്ടവർക്കെതിരെയും കർശനമായ നടപടിയെടുക്കുമെന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ബന്ധുക്കൾക്കെതിരെ കേസെടുക്കും. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന വകുപ്പുകൾ ചുമത്തി തന്നെയായിരിക്കും ഈ കണ്ടാൽ അറിയാവുന്ന ആ സമയത്ത് പോലീസിനെ ബന്ദിയാക്കാൻ കൂടെയുണ്ടായിരുന്ന എല്ലാവർക്കുമെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ബന്ധുക്കളെയും പ്രതി ചേർക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റ് 2 പേരെ, നേരത്തെ അടിപിടി കേസിലുണ്ടായിരുന്ന 2 പേരെയും ഇന്ന് അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. നികേഷ്, സുനിഷയാണ് വിശദാംശങ്ങൾ നൽകിയത്.